ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. മക്കളെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് +2 ഫിസിക്സിൽ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട, അതായത് നമ്മുടെ മസ്റ്റ് സ്റ്റഡി ടോപ്പിക്സ് ആണ് ഈ ഒരു വീഡിയോയിൽ ത്രൂ ഔട്ടായിട്ട് പറയുന്നത്. മക്കൾ, നിങ്ങൾ ഈ ടോപ്പിക്സ് നിർബന്ധമായിട്ടും പഠിക്കുക. ഈ ടോപ്പിക്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മാർക്സ് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ പ്രോബ്ലംസിൻ്റെ ഏരിയ മാത്രമേ നിങ്ങൾ കൂടുതൽ നോക്കണ്ടോ. അത് ഇൻസൈഡ് എക്സസൈസ് ക്വസ്റ്റ്യൻ ഞാൻ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്ക്. ഓക്കെ, ടൈം കിട്ടുവാണെങ്കിൽ ഓക്കെ. അതർവൈസ് നിങ്ങൾ ആ ഒരു ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നോക്കി തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫുൾ മാർക്ക് എന്ന് പറയുന്ന റേഞ്ചിലേക്ക് തന്നെ എത്താൻ വേണ്ടി പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ +2 ഫീൽഡ്സ് മുതൽ വേവ് ഒപ്റ്റിക്സ് വരെ നമ്മൾക്ക് ഇപ്രാവശ്യം നമ്മൾ സ്കീം ഓഫ് വർക്ക് പ്രകാരമാണെങ്കിൽ വേവ് ഒപ്റ്റിക്സ് വരെയാണ് നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഓരോ ചാപ്റ്ററിൽ നിന്നും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഏതൊക്കെ ആ ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്ന് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് വേവ് ഒപ്റ്റിക്സ് ആണ് പറയേണ്ടത്. ഓക്കെ, മസ്റ്റ് സ്റ്റഡി മാത്രമേ പറയുന്നുള്ളൂ. ഈ ടോപ്പിക്സുകൾ പഠിച്ചിട്ട് മറ്റുള്ള ടോപ്പിക്സ് പഠിക്കാമെന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ, അതുപോലെ എപ്പോഴും ഇമ്പോർട്ടൻറ്റ് അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഞാൻ അനലൈസ് ചെയ്തിട്ടാണ് ഒരു ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് അനലൈസ് ചെയ്തിട്ടാണ്. ഇത് പബ്ലിക് എക്സാമിന് അനലൈസ് ചെയ്യുന്ന പോലെയല്ല ക്രിസ്മസ് എക്സാമിന് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ പറയുന്ന പോലെ നിങ്ങൾ പഠിക്കുക. അതിൽ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ട്, ഇഷ്യൂകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാൻ അതിന് എന്നെ കൂടെ പറ്റുന്ന രീതിയിൽ അത് റിപ്ലൈ ചെയ്യും കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ വേവ് ഒപ്റ്റിക്സിൽ മസ്റ്റായിട്ട് പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആദ്യം പഠിക്കേണ്ട ടോപ്പിക് ഏതാണ്? ഹൈഗൺസ് പ്രിൻസിപ്പിളിൻ്റെ ഭാഗം മക്കളെ. അത് നമ്മൾ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ് വരുന്ന ഹൈഗൺസ് പ്രിൻസിപ്പിൾ പഠിക്കുക. അതുപോലെ തന്നെ ഈ ഹൈഗൺസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ ലോ ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് ലോ ഓഫ് റിഫ്രാക്ഷൻ്റെ പ്രൂഫ് ഉണ്ട്. ലോ ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് ലോ ഓഫ് റിഫ്രാക്ഷൻ യൂസിങ് ഹൈഗൺസ് പ്രിൻസിപ്പിൾ. ഇതിലൊരാൾ ഷുവർ ആണെന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്സാണ് നിങ്ങൾ ആദ്യം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി. അതർവൈസ് എത്രയും പെട്ടെന്ന് അത് പഠിച്ചു തീർക്കാൻ വേണ്ടി നോക്കാം. അത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഇൻ്റർഫെറൻസിൻ്റെ ആ ഒരു ഭാഗമാണ്. ഇൻ്റർഫെറൻസ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ലൈറ്റിൻ്റെ ഫിനോമിനെ കുറിച്ച് പഠിക്കുക. അത് പഠിക്കുന്ന സമയത്ത് കുറച്ച് തിയറി ടോപ്പിക്സിനെ എഴുതുന്നതനുസരിച്ച് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക റഫായിട്ട്, അല്ലെങ്കിൽ പോസ് ചെയ്ത് വരിക. അപ്പോൾ ഇൻ്റർഫെറൻസ് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ പഠിക്കേണ്ട ഒരു തിയറി കോൺസെപ്റ്റാണ് മസ്റ്റ് സ്റ്റഡി എന്ന് പറയേണ്ടതാണ്. കൊഹറൻറ്റ് സോഴ്സസ് ഓഫ് ലൈറ്റ്. കൊഹറൻറ്റ് സോഴ്സസ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ആ ഭാഗം നിർബന്ധമായിട്ടും പഠിക്കാം. ലൈറ്റിൽ കൊഹറൻറ്റ് സോഴ്സസ് എന്ന് പറയുന്ന കാര്യം, പിന്നെ അവിടെ കുറച്ച് റിലേഷൻ ബിറ്റ്വീൻ ഇൻറ്റൻസിറ്റി ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞ കാര്യമുണ്ട്. പിന്നെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, അത്ര സ്ട്രെസ് ചെയ്യേണ്ട. കാരണം ഇത് ഡിലീറ്റ് കോൺസെപ്റ്റ് പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രോബ്ലംസ് ഒക്കെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞ സാധനം ഡിലീറ്റിൽ പോകുന്നുണ്ടെന്ന് ഐ നോ. ബട്ട് അതിൻ്റെ കൂടെ ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് നിങ്ങളൊന്ന് പഠിച്ചാൽ നന്നായിരിക്കും. ഡിസ്റ്റൻസ് ടു ദ nth ബ്രൈറ്റ് ഫ്രിഞ്ച്, nth ഡാർക്ക് ഫ്രിഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. അവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. nth ബ്രൈറ്റ് ഫ്രിഞ്ച്, nth ഡാർക്ക് ഫ്രിഞ്ച്. നിങ്ങൾക്ക് ടോപ്പിക്സ് ഇതിൻ്റെ കോൺസെപ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പ്ലേലിസ്റ്റിൽ വീഡിയോസ് കിടക്കുന്നുണ്ട്, ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഞാൻ ഈ പറയുന്ന ടോപ്പിക്സുകളൊക്കെ അവിടെയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ടോപ്പിക്സുകൾ വേണമെങ്കിൽ ഞാൻ വേണ്ട രീതിയിൽ ഒന്ന് പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അതാരാണെന്ന് അറിയാം. നമ്മുടെ ഇൻ്റർഫെറൻസും ഡൈഫ്രാക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ്റർഫെറൻസ് ആൻഡ് ഡൈഫ്രാക്ഷനെ പെട്ടെന്ന് പറഞ്ഞു പോയാണ്, കാരണം ലെങ്തി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളതിനനുസരിച്ച് സ്ലോ ആയിട്ട് കാണുക, അല്ലെങ്കിൽ പോസ് ചെയ്ത് നോട്ട് ചെയ്ത് മെല്ലെ വന്നാൽ മതി. ഇൻ്റർഫെറൻസും ഡൈഫ്രാക്ഷനും തമ്മിലുള്ള ഡിഫറൻസ്, ഈ 3 ടോപ്പിക്സുകളാണ് നിർബന്ധമായിട്ടും പഠിക്കേണ്ടത്. ഏതൊക്കെ ടോപ്പിക്കുകളാണ് മക്കളെ? വേവ് ഒപ്റ്റിക്സിൽ പഠിക്കേണ്ടത് ഹൈഗൺസ് പ്രിൻസിപ്പിൾ. അതിൽ നിർബന്ധമായിട്ട് ലോ ഓഫ് റിഫ്ലക്ഷൻ, ലോ ഓഫ് റിഫ്രാക്ഷൻ, വേവ് ഫ്രണ്ടൊക്കെ അവിടെ തന്നെ പഠിച്ചു തീർക്കുക. അത് കഴിഞ്ഞിട്ട് ഇൻ്റർഫെറൻസിനെ കുറിച്ചുള്ള കാര്യം, കൊഹറൻറ്റ് സോഴ്സസുമായി ബന്ധപ്പെട്ട്, പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ്റർഫെറൻസ് ആൻഡ് ഡൈഫ്രാക്ഷൻ മതി. ഇത്രയും പഠിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ റേ ഒപ്റ്റിക്സിന് 10 to 1 ആണ് കേട്ടോ ചർച്ച ചെയ്യുന്നത്, 1 to 10 അല്ല. ഓക്കെ, കാരണം സെക്കൻഡ് പാർട്ടിനാണ് കൂടുതൽ മാർക്ക് വരിക. 20% മാത്രമേ ഫസ്റ്റ് വരുന്ന അറിയാലോ. അപ്പോൾ റേ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരാണ്? നമ്മുടെ കേർവ്ഡ് സർഫേസ് ഫോർമുല. ഓക്കെ, ലെങ്തി ആയിട്ടുള്ള ആ 3 ഡെറിവേഷനിലും ഫസ്റ്റ് വണ്ണാണ് കേർവ്ഡ് സർഫേസ് ഫോർമുലേനെ കുറിച്ച് പഠിക്കുക. കേർവ്ഡ് സർഫേസ് ഫോർമുല ഇത് പഠിച്ച ഉടനെ തന്നെ ഏത് പഠിക്കുക? ലെൻസ് മേക്കേഴ്സ് ഫോർമുലേനെ കുറിച്ച് പഠിക്കുക. കേർവ്ഡ് സർഫേസ് ഫോർമുല, ലെൻസ് മേക്കേഴ്സ്, ഇവിടുന്നൊക്കെ പ്രോബ്ലംസ് ഒക്കെ ടൈം ഉണ്ടെങ്കിൽ നോക്കിയേക്കണം. പിന്നെയാണ് റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മെറ്റീരിയൽ ഓഫ് ദ പ്രിസത്തിൻ്റെ ഡെറിവേഷൻ. നമ്മുടെ n ലാബിലൊക്കെ ചെയ്തില്ലേ? ഞാൻ ലാസ്റ്റ് ലാബിൽ ചെയ്യുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രിസം. ഓക്കെ, നല്ല ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. sin a+d/2 ആ ഡെറിവേഷൻ വരുന്നത് നിർബന്ധമായിട്ടും പഠിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ആ റിഫ്രാക്ഷൻ്റെ ഭാഗത്തുനിന്ന് പഠിക്കേണ്ടത്. ദെൻ അത് കഴിഞ്ഞാൽ ഞാൻ സ്ട്രെസ് ചെയ്യുന്ന ടോപ്പിക് ഏതാണെന്ന്
എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മിറർ ഫോർമുലയാണ് ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്തുള്ള കാരണം ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ എത്രത്തോളം മാർക്കും വരും. അപ്പോൾ പബ്ലിക് എക്സാമിന് തന്നെ എത്രത്തോളം മാർക്കായാലും +2 ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണല്ലോ റേ ഒപ്റ്റിക്സ്. അപ്പോൾ എത്രത്തോളം കോൺസെപ്റ്റും ഉണ്ട് അവിടെ. അപ്പോൾ മിറർ ഫോർമുലേൻ്റെ ഭാഗം നിർബന്ധമായിട്ട് നോക്കുക. പിന്നെ നമ്മൾ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് വരുന്ന സിമ്പിൾ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, കുറച്ചും കൂടി സ്ട്രെസ് ചെയ്യേണ്ട സംഭവമാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആൻഡ് ടെലസ്കോപ്പ്. ഇതൊന്ന് കുറച്ചും കൂടി സ്ട്രെസ് ചെയ്തിട്ട് എന്താ പഠിക്കേണ്ടത് ചോദിച്ചാൽ റേ ഡയഗ്രാം പഠിക്കുക. പിന്നെ ഇവർ രണ്ടാളുടെ മാഗ്നിഫിക്കേഷനും പഠിച്ച് വെക്കുക. ഓക്കെ, പിന്നെ ഇതെല്ലാം പഠിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ ഈ റിഫ്രാക്ഷൻ്റെ ഭാഗത്ത് തന്നെ വരുന്ന ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഞാൻ ഒഴിവാക്കാൻ വേണ്ടി ഒരിക്കലും പറയില്ല കേട്ടോ. ഫുൾ മാർക്ക് നല്ല മാർക്കൊക്കെ വേണ്ടെങ്കിൽ മക്കളെ TIR ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്താണ്, അത് നടക്കാനുള്ള കണ്ടീഷൻസ് എന്താണ്, വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് TIR, ഈ ഭാഗങ്ങളൊക്കെ നിർബന്ധമായിട്ട് നോക്കിയിരിക്കണം. ഓക്കെ, ഇതാണ് ആ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് നമ്മുടെ 8ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിലേക്കാണ് നെക്സ്റ്റ് നമുക്ക് സംസാരിക്കേണ്ടത്. ഓക്കെ മക്കളെ, നെക്സ്റ്റ് നമുക്ക് സംസാരിക്കേണ്ടതാണ് ആരെക്കുറിച്ച്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഓക്കെ, ഒന്ന് ചോക്കട്ടെ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ചെറിയൊരു ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ ഫസ്റ്റ് പഠിക്കേണ്ടത് ആപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ആപ്ലിക്കേഷൻസ് ഇപ്പോൾ എന്താ ഏതെങ്കിലും പറയും ഗിവ് വൺ ആപ്ലിക്കേഷൻ ഓഫ് റേഡിയോ വേവ്സ് അല്ലെങ്കിൽ മൈക്രോ വേവ്സ്, ഇൻഫ്രാറെഡ്, ഇവരുടെയൊക്കെ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ 2 ആപ്ലിക്കേഷൻ നിന്നിട്ട് ഇത് ആരുടെ ആപ്ലിക്കേഷൻ അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാം. ഇത് പഠിച്ചാൽ നേരെ പഠിക്കേണ്ട ടോപ്പിക് ഏതാ അറിയോ? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ ഭാഗം മസ്റ്റ് സ്റ്റഡി ആട്ടോ. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് IDC =0 TV പറയാം. ടോപ്പിക് വൈസ് വീഡിയോസ് നിങ്ങൾ എന്ത് ചെയ്യാൻ മതി, പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഈ ഭാഗം ഇത് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രോബ്ലം വരുന്ന ഏരിയ ആണ് എവിടെ? നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ നേച്ചർ പറയുന്ന E(x) = E0 sin of kx - ωt എന്നൊക്കെ പറയുന്ന ഒരു ഇക്വേഷൻ അവിടെയുണ്ട്. ഇതാണ് നോക്കേണ്ടത്. നോട്ട് ചെയ്തിട്ടുണ്ടാകും വിശ്വസിക്കുന്നില്ല, പോസ് ചെയ്തിട്ട് കാണണം കേട്ടോ. ഓക്കെ, ദെൻ ഞാൻ സിംഗിൾ വീഡിയോയിൽ ഫുള്ള് പറഞ്ഞു തീർക്കുകയാണ്, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. നെക്സ്റ്റ് വൺ ആരാണ്? നമ്മുടെ AC ആണ്. ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന AC ആണ് നമ്മുടെ 7ാമത്തെ ചാപ്റ്ററായിട്ട് വരിക. ACയിൽ നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് AC വോൾട്ടേജ് അപ്ലൈഡ് ടു LCR സർക്യൂട്ട് തന്നെയാണ്. LCR സർക്യൂട്ടിൽ AC വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ്, ദാറ്റ് മീൻസ് ഇംപിഡൻസ്, LCR സർക്യൂട്ടിൻ്റെ ഇംപിഡൻസ്, LCR സർക്യൂട്ടിൻ്റെ റെസൊണൻസ്, ഈ ഭാഗം LCR സർക്യൂട്ടിൻ്റെ പവർ, ഇത്രയും കാര്യങ്ങൾ നന്നായിട്ടൊന്ന് സ്ട്രെസ് ചെയ്യണം LCRൽ തന്നെ. ഇത് കഴിഞ്ഞാൽ AC എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഏതും പറയാം. ഓക്കെ, AC വോൾട്ടേജ് അപ്ലൈഡ് ടു റെസിസ്റ്റർ, ഇൻഡക്ടർ, അത് ഏതും വരാട്ടോ. റെസിസ്റ്റർ, ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ, ഇതിലിപ്പോൾ ഏതാണെന്ന് പറയാൻ പറ്റില്ല. ഇതിലൊക്കെ എന്താ പഠിക്കേണ്ടത് ചോദിച്ചാൽ കറണ്ടിൻ്റെ ഇക്വേഷനാണ് പഠിക്കേണ്ടത്. റെസിസ്റ്റർ I = 0 sin ωt ആണ്. ഇൻഡക്ടറിൽ I = 0 sin ωt -π/2 ആണ്. കപ്പാസിറ്ററിൽ I = 0 sin ωt +π/2 കിട്ടുന്ന ആ ഡെറിവേഷനാണ് പഠിക്കേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, നമ്മൾ EMI എന്ന് വിളിക്കുന്ന ചാപ്റ്റർ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫസ്റ്റ് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് കേട്ടോ മക്കളെ. സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഡെറിവേഷൻ L = μ²L എന്ന് പറയുന്ന ആ ഇക്വേഷൻ. സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ് പഠിക്കുക. പിന്നെ ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫാരഡേസ് ലോ ആൻഡ് ലെൻസസ് ലോ. ഫാരഡേസ് ലോയും ലെൻസസ് ലോയും നിർബന്ധമായിട്ടും പഠിക്കാം. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്ററിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് കഴിയുമ്പോൾ വരുന്ന ഒരു ടോപ്പിക്കാണ് ആര്? എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ. ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെ ഇക്വേഷൻ. ഓക്കെ, ½LI² ഡെറിവേഷനാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, LI² ന്യൂമറേറ്ററിലാണ്, ½ LI². ഇത് പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് പഠിക്കേണ്ട ടോപ്പിക് ഞാൻ പറയും, അത് മോഷണൽ EMF ആണ്. മോഷണൽ EMFൻ്റെ ഭാഗം. ഇത്തരം കാര്യങ്ങളാണ് ഷുവർലി പഠിക്കണം. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് 2 സോളിനോയിഡ്സ് ഒക്കെ ഉണ്ട്, 2 കോയിൽസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ പഠിച്ച കുട്ടി അത് പഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ട ഈ ടോപ്പിക്സ് ആണ്. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് മക്കളെ? മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ. ഇപ്പോൾ ടൈം എക്സാമിന് ഫസ്റ്റ് ടൈമിന് വന്ന ചാപ്റ്ററാണ്. ഓക്കെ, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഷുവർ ടോപ്പിക്ക് മസ്റ്റ് സ്റ്റഡി ഡയ പാര ആൻഡ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. എന്താണ് ഡയമാഗ്നറ്റിക് സബ്സ്റ്റൻസ്? അവരെ ഡിഫൈൻ ചെയ്യാൻ പഠിക്കുക, അവരുടെ പ്രോപ്പർട്ടീസ് പഠിക്കുക, എസ്പെഷ്യലി എക്സാമ്പിൾസ് പഠിക്കുക. ഇതാണ് അവരുടെ സസെപ്റ്റിബിലിറ്റി, പെർമിയബിലിറ്റി എന്ന് അറിഞ്ഞിരിക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് പഠിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ടേംസ് റിലേറ്റഡ് വിത്ത് മാഗ്നറ്റിസം ആണ്.
ടേംസ് റിലേറ്റഡ് വിത്ത് മാഗ്നറ്റിസം. ടേംസ് റിലേറ്റഡ് വിത്ത് മാഗ്നറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ മാഗ്നറ്റൈസേഷൻ, ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ, പെർമിയബിലിറ്റി, സസെപ്റ്റിബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗം സ്ട്രെസ് ചെയ്യണം മക്കളെ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ തേർഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ സംസാരിക്കാനുള്ളത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോസ് ലോ ഇൻ മാഗ്നറ്റിസം ഓർ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. മാഗ്നറ്റിസത്തിലെ ഗോസസ് ലോ നമുക്ക് ഈ ചാപ്റ്ററിലാണല്ലോ. ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം ആണ് പിന്നെ പഠിക്കേണ്ടത്. ഈ 3 ടോപ്പിക്സുകൾ മതി. ഈ ടോപ്പിക്സുകൾ പഠിച്ചാൽ തന്നെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ നിങ്ങൾക്ക് നൈസ് ആയിട്ട് കിട്ടും. നിങ്ങൾ പോസ് ചെയ്ത് നോട്ട് ചെയ്തിട്ട് നോക്കണം മക്കളെ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ആരാണ്? മൂവിങ് ചാർജസ്. നമ്മുടെ 4ാമത്തെ ചാപ്റ്ററാണ് +2 ഫിസിക്സിൻ്റെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ആ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ചാപ്റ്ററിൽ ഷുവർലി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ആരാണ്? ബയോട്ട് സാവാർട്ട് ലോ. ബയോട്ട് സാവാർട്ട് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക. അവൻ്റെ വൺ ആപ്ലിക്കേഷൻ, അതായത് സർക്കുലാർ കോയിലിൻ്റെ സർക്കുലാർ ലൂപ്പ് ഓർ സർക്കുലാർ കോയിലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സർക്കുലാർ ലൂപ്പ് ആക്സിസും സെൻറ്ററിലൊക്കെ പഠിക്കുക. പ്രോബ്ലം ഒക്കെ ഒന്ന് നോക്കി വെക്കേണ്ട ഒരു ഏരിയ ആണ് ഇത്. ഓക്കെ, കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ സാർ ഇവിടെ നിന്നാണ് പ്രോബ്ലം കൂടുതൽ പഠിക്കേണ്ടത്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പഠിക്കേണ്ടത് ഞാൻ പറയും MCG ആണ് കേട്ടോ. ചാപ്റ്റർ അവസാന ഭാഗത്ത് MCG എന്താണ്, ഇതിൻ്റെ കൺവേർഷൻ, ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററാക്കി മാറ്റുന്നത് എങ്ങനെയാണ്, അവിടെ ഒരു പ്രോബ്ലം. അതുപോലെ ഗാൽവനോമീറ്റർ എങ്ങനെയാണ് വോൾട്ട് മീറ്ററാക്കി മാറ്റുക, ഈ ഒരു ഭാഗമാണ് പിന്നെ സെക്കൻഡ് മോസ്റ്റ് ആയിട്ട് നോക്കേണ്ടത്. പിന്നെ ഇതേ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസിൽ പിന്നെ നോക്കേണ്ട ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപിയർ സർക്യൂട്ട് ലോൻ്റെ ഭാഗമാണ്. ഈ ബയോട്ട് സാവാർട്ട് കഴിഞ്ഞാൽ തൊട്ട് താഴെയാണ് ആര് വരിക, നെക്സ്റ്റ് ടോപ്പിക്കായിട്ടാണ് ആര് വരിക, ആംപിയർ സർക്യൂട്ട് ലോ പഠിക്കുക. അതിൽ സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്, വയറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്, ഗ്രിപ്പ് റൂള്, പ്രോബ്ലം ഒക്കെ നോക്കേണ്ട ഒരു ഏരിയ തന്നെയാണ് കേട്ടോ അത്. ഓക്കെ, കാരണം അത്ര വലിയ ചാപ്റ്ററാണ്. പിന്നെയുള്ളത് പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൽ ചാർജർ പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുമ്പോൾ ഷേപ്പ് ഓഫ് പാത്ത് ഓഫ് ചാർജർ പാർട്ടിക്കിൾ എന്താണെന്ന് പറയാറുണ്ട്, സർക്കുലാർ ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് സർക്കുലാർ പാത്ത്, വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് സർക്കുലാർ പാത്ത്, വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ചാർജർ പാർട്ടിക്കിൾ, കൈനറ്റിക് എനർജി എന്താണ്, ടൈം പീരീഡ്, ഫ്രീക്വൻസി, അങ്ങനത്തെ. അപ്പോൾ അതുപോലെ തന്നെ യൂണിഫോം ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡിൽ പാരലലി എൻ്റർ ചെയ്താൽ എന്തായിരിക്കും ഷേപ്പ് ഓഫ് പാത്ത്, സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഓർ ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ ഹെലിക്സ് ആണെന്നൊക്കെ ആ ഒരു വൺ വേർഡ് നോക്കി അവിടെ വരാറുണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ മക്കളെ. പിന്നെയാണ് നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി +2 ഫിസിക്സിൻ്റെ 3ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിരിക്കേണ്ട കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഫസ്റ്റ് നോക്കണം, ഉറപ്പായിട്ടും പഠിക്കേണ്ട ടോപ്പിക് അറിയാമല്ലേ, കിർച്ചോഫ്സ് ലോസ് ആണ്. ഫസ്റ്റ് ഇത് പഠിക്കുക കേട്ടോ, കിർച്ചോഫ്സ് ലോസ്. കിർച്ചോഫിൻ്റെ 2 ലോയും പഠിക്കുക, ജംഗ്ഷൻ റൂളും പഠിക്കുക, ലൂപ്പ് റൂളും പഠിക്കുക. ഇത് പഠിച്ച ഉടനെയാണ് നിങ്ങൾ ഇതിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. ഈ റൂൾ യൂസ് ചെയ്തിട്ട്, അല്ലാണ്ട് വീറ്റ്സ്റ്റോൺ പഠിച്ചിട്ട് കിർച്ചോഫിലേക്ക് പോകല്ലേ, കോൺസെപ്റ്റ് കിട്ടൂല. കിർച്ചോഫ്സ് ലോസ് പഠിച്ചിട്ട് അത് റിലേറ്റ് ചെയ്തിട്ട് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് പഠിക്കുക, പ്രോബ്ലം ഒന്നും വരില്ല. ഡയറക്റ്റ് ആയിട്ടുള്ള ഡെറിവേഷനാണ്. ബാലൻസിങ് കണ്ടീഷൻ ഓഫ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്നാണ് ചോദിക്കുക. ഇത് കഴിഞ്ഞാൽ സെക്കൻഡ് പഠിക്കേണ്ടത് എന്താ അറിയോ, നമ്മളെ ഈ ഓംസ് ലോൻ്റെ ഭാഗമാണ്. അതായത് ഈ ഓംസ് ലോൻ്റെ ഭാഗത്ത് നമുക്ക് റെസിസ്റ്റൻസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിൻ്റെ ഭാഗം, അത് ലെങ്ത്തിന് ഡയറക്ട്ലി ആണ്, ഈരക്ക് ഇൻവേഴ്സിലാണ്, അതിൽ എസ്പെഷ്യലി ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്. അവിടെ ഒരു ഇക്വേഷനിലെ R2 = R1 × 1 + α × T2 - T1 എന്ന് പറയുന്ന ഇക്വേഷൻ, അതിലൂടെ പ്രോബ്ലംസ്. പിന്നെ അതിനുശേഷം ഗ്രാഫാണ്. നമ്മൾ ടെമ്പറേച്ചർ വേഴ്സസ് റോ ഗ്രാഫിലെ ടെമ്പറേച്ചർ വേഴ്സസ് റോ ഗ്രാഫ്, സോളിനോയിഡ് കണ്ടക്ടർ ഇങ്ങനെയാണ്, മേലെ മെറ്റൽസിന് ഇങ്ങനെയാണ്, സെമി കണ്ടക്ടറിന് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ആ ഗ്രാഫുകളൊന്ന് നോക്കിയേക്കണം ആ ചാപ്റ്ററിൽ. പിന്നെ കഴിഞ്ഞിട്ടില്ല ഒരു ടോപ്പിക് കൂടി നോക്കണം, അതായത് ഇലക്ട്രിക് കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ I = NAEVD എന്ന് പറയുന്ന, നീ എവിടെ എന്നൊക്കെ നമ്മൾ തമാശ രൂപയാണ്, ഓർ വീടന്നെ എന്നൊക്കെ പറയുന്ന ടീച്ചേഴ്സ് പല രീതിയിലൊക്കെ അതിനെ കാണുന്ന ഒരു ഇക്വേഷനാണ് I = NAEVD. ഈ ഇക്വേഷൻ്റെ ഡെറിവേഷൻ പഠിക്കുക. പിന്നെ സ്ഥിരം നമ്മൾ എസ് യൂണിറ്റ് ആണ് ആര്, മൊബിലിറ്റീൻ്റെ എസ് യൂണിറ്റ് എപ്പോഴും വരുന്നൊരു കാര്യമാണ്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് എത്തി, അതായത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ നിന്ന് ഫസ്റ്റ് നോക്കേണ്ട ടോപ്പിക് ഏതാണ്? ഒരു ഡൗട്ടും വേണ്ട, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. അതിൽ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ C = ε0A/d സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ പഠിക്കുക. ഇത് പഠിച്ച ഉടനെ പഠിക്കേണ്ട ടോപ്പിക്കാണ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റി. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടൊന്ന് പോയി നോക്കുക. കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സിൻ്റെ കോംബോ സീരീസ് പാരലൽ, ഇവിടെ പ്രോബ്ലം വരണം. പ്രോബ്ലം നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്, പ്രോബ്ലംസ്. ഇത് പഠിച്ച ഉടനെ എപ്പോഴും വലിയ ഡെറിവേറ്റീവ് ടോപ്പിക് മാത്രമല്ല, അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ആഡ് ചെയ്യുന്ന ടോപ്പിക് ഇങ്ങനെ തന്നെയാണ് എടുത്ത സമയം ഞാൻ പറഞ്ഞത്. ടോപ്പിക്കൊക്കെ ഇക്യു പൊട്ടൻഷ്യൽ സർഫേസിൻ്റെ ഭാഗമാണ് നെക്സ്റ്റ് പഠിക്കേണ്ടത്. ഇക്യു പൊട്ടൻഷ്യൽ സർഫേസ്, ഈ ഭാഗം ഒന്ന് നന്നായിട്ട് നോക്കി നോക്കാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടില്ല. പിന്നെ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗം ഉണ്ടല്ലോ, ഇത് ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ ഏത് ടോപ്പിക്സ് പറയുന്നത്? പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻഡ് ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻഡ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്ന ഒരു ഡെറിവേഷനാണ്. ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻഡ് ഇലക്ട്രിക് ഡൈപോൾ, ഈ ടോപ്പിക്കാണ്
പിന്നെ പഠിക്കേണ്ടത്. ഇത്രയും ടോപ്പിക്കുകൾ ഷുവർലി പഠിക്കണം. കുറേ ടോപ്പിക്സുകളുണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, അതുപോലെ തന്നെ വർക്ക് ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. ബട്ട് ഈ ടോപ്പിക്സുകൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾ നിർബന്ധമായും ഫസ്റ്റ് ലെവൽ നോക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് കവർ ആയിട്ടുണ്ടാവണം. അതൊക്കെ കഴിഞ്ഞ് പഠിച്ച ടൈം ഉണ്ടോ, നിങ്ങൾ ബാക്കി നോക്കിയാൽ അതിൻ്റെ ഡൗട്ട് വേണ്ട. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് എത്തുന്നു. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ആണ് ഏതാണ് ഫസ്റ്റ് ചാപ്റ്റർ, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിലേക്ക് ഞാൻ തിരിച്ചെത്തിയാണ്. ഓക്കെ, അവസാനത്തെ സെക്കൻഡ് പാർട്ടിനാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത്, അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് തുടങ്ങി കേട്ടോ. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട അറിയാം, ഒരു ഡൗട്ടും ഇല്ല അല്ലേ. ഏറ്റവും കൂടുതൽ വന്ന ഗോസ് ലോ നമ്മൾ ഫസ്റ്റ് ടൈമിനും വന്നിട്ടുണ്ടായിരുന്നു. ഗോസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അവിടെ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക, 3 ആപ്ലിക്കേഷനും പഠിക്കണം. ഷെല്ല് പഠിക്കുക, വയർ പഠിക്കുക, പ്ലെയിൻ ഷീറ്റ് പഠിക്കുക. ഓക്കെ, ഇത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആക്സിയൽ ഇക്വറ്റോറിയൽ അല്ലെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻഡ് ഇലക്ട്രിക് ഡൈപോളിൽ ആക്സിയലും ഇക്വറ്റോറിയൽ ലൈനിലും തരുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ പഠിച്ചേക്കണം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രോപ്പർട്ടി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കുക. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണ്, അവരുടെ പ്രോപ്പർട്ടീസ് എന്താണ്, 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ വൈ, അങ്ങനത്തെ ചെറിയ ചെറിയ തിയറി ക്വസ്റ്റ്യൻസ് കോൺസെപ്റ്റിലൊക്കെ ഒന്ന് നോക്കിയേക്കണം. കാരണം വലിയ ചാപ്റ്ററാണ്, 8 മാർക്കൊക്കെയാണ് പബ്ലിക് എക്സാം 7 to 8 ഒക്കെ വെയിറ്റേജ് വരുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ടത് കൂളംസ് ലോ തന്നെയാണ്. കൂളംസ് ലോ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സിമ്പിൾ പ്രോബ്ലം ഡയറക്റ്റ് ഒക്കെയുള്ള സിമ്പിൾ പ്രോബ്ലംസ് വരാം. പിന്നെ കുറച്ച് യൂണിറ്റുകൾ ചോദിക്കാം. അതിൽ എസ്പെഷ്യലി വരുന്ന ഒരുത്തനാണ് ഇലക്ട്രിക് ഫ്ലക്സ്, ഇലക്ട്രിക് ഫീൽഡ്, ഇവരുടെയൊക്കെ യൂണിറ്റുകളൊക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കണം. ഇത്തരം കാര്യങ്ങളാണ് നിർബന്ധമായിട്ടും നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് പഠിക്കേണ്ട +2 ഫിസിക്സിലെ 10 ചാപ്റ്ററിനും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നന്നായിട്ട് ഇരുന്ന് ഈ ടോപ്പിക്സുകളൊക്കെ ഒന്ന് കവർ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത് കവർ ചെയ്തിട്ട് ടൈം എടുത്ത് ബാക്കി നോക്കി വെക്കണം. ബട്ട് ഫസ്റ്റ് നമ്മൾ എക്സാമാണ്, ഫിസിക്സാണ്, നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. അതിൽ നിങ്ങൾക്ക് എന്താ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷുവർ നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ അത് ചോദിച്ചേക്ക്. ഓക്കെ, അതുപോലെ ടോപ്പിക്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഓക്കെ, ഇൻസിയാർട്ട് എക്സസൈസ്, ടോപ്പിക് വൈസ് വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്സ് നിർബന്ധമായിട്ടും പഠിക്കുക. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യണം, ഒന്ന് എത്തിക്കുക. കാരണം ഒന്നും പഠിക്കാതെ ഇരിക്കുന്നത്, എങ്ങനെ തുടങ്ങണം, എത്ര പഠിക്കണം, ഫുൾ ഇങ്ങനെ കളിച്ച് നടക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊന്ന് എത്തിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ അവർക്കൊരു ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഈ ടോപ്പിക്സുകളൊന്ന് പഠിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് എക്സാം ഹാളിൽ പോയി നോക്ക്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പ്രാക്ടിക്കൽ എക്സാംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്ലേലിസ്റ്റിൽ പ്രാക്ടിക്കൽ വീഡിയോസ് കിടക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ആ ഒരു വീഡിയോസൊക്കെ കണ്ടു പഠിക്കുക. പ്രിൻസിപ്പിളൊക്കെ വേറെ ചെയ്തിട്ടുണ്ട്, പ്രാക്ടിക്കൽ വീഡിയോസ് വേറെയുണ്ട്, വൈവ ക്വസ്റ്റ്യൻസ് വേറെയുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. നിങ്ങൾക്ക് എന്താ ഡൗട്ടോ കാര്യങ്ങൾ ഇഷ്യൂകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോട്ടോ മക്കളെ. ഞാൻ ഫ്രീ ആവുന്നതനുസരിച്ച് അതിന് റിപ്ലൈ തരാം. നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ക്രിസ്മസ് എക്സാം. ഓക്കെ മക്കളെ, താങ്ക് യു.